അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ജോലി, എന്താണ് എല്ലാ മാസം എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പോൾ എറണാകുളത്തേക്ക് പോകുന്ന ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പോയിട്ടോ ബായ്. രാവിലെ റൂട്ടിലിറങ്ങിയാൽ എല്ലാ നാട്ടിലും പോലെ ഇവിടെയും കുറച്ച് ബംഗാളീസ് മാത്രം. പിന്നെ റോഡ് സൈഡിൽ രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്ന കുറച്ച് പേര്. സ്റ്റേഷനിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഹെൽമെറ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്തതിനു ശേഷം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ഡ്രൈവർ ചേട്ടൻ വണ്ടിയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ട്രെയിൻ പോകാനായി നേരം വൈകും വിചാരിച്ച് വേഗം ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഓടിയപ്പോൾ ഭയങ്കര തിരക്ക്. പിന്നെ അവിടെ മന്ദടിച്ച് കുറച്ച് നേരം വരുന്നു നേരെ ട്രെയിനിലേക്ക്. സ്റ്റാർട്ടിങ് നിലമ്പൂരിൽ നിന്ന് നമുക്ക് സീറ്റ് കിട്ടി. വാണിയമ്പലം എത്തിയപ്പോൾ നമ്മളെ ആര്യദേവ് ഫാമിലി വ്ളോഗർ ദിലീപേട്ടനെ കിട്ടി. ദിലീപേട്ടൻ നമ്മളെ ഫ്രണ്ടാണ്, അയൽവാസിയാണ്. വാണിയമ്പലം എത്തിയപ്പോൾ തന്നെ ട്രെയിൻ ഫുള്ളായി. ദിലീപേട്ടൻ ആ ചാൻസ് മെല്ലെ ഉറങ്ങി. അങ്ങനെ നേരെ ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ കിട്ടിയപ്പോൾ ഒടുക്കത്തെ തിരക്ക്. കാല് കുത്ത സ്ഥലമല്ല, ഇന്ന് എന്താണോ അത്ര തിരക്ക്. അങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോൾ ദിലീപേട്ടൻ ഇറങ്ങി, എനിക്ക് സീറ്റ് കിട്ടി. ഞാൻ എളിഞ്ഞിരുന്നു. ഒന്ന് കണ്ണടിച്ച് തുറന്നപ്പോഴേക്ക് ആലുവ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഇത് 200 മീറ്റർ ഉണ്ട് KSR സ്റ്റാൻഡിലേക്ക്. അങ്ങനെ നടക്കുമ്പോൾ മലയാളിസ്റ്റാരെ കൂടുതൽ ഇവിടെ ബംഗാളീസാണ്. ഇതാണ് നമ്മുടെ KSRT സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡൊക്കെ പഴയ പോലല്ല, പടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാൻ വീട്ടിലെടുക്കുന്നുണ്ട്. ഒരു ഡ്രൈവർ ചേട്ടൻ എന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബസ് കയറി അവിടെ നമ്മൾ സീറ്റ് ഉറപ്പിച്ചു. അങ്ങനെ 20 മിനിറ്റ് യാത്രയിൽ വെള്ളത്തോനാട്ടിലെത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ ഗോഡൗണിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ അലോഷ് ചേട്ടൻ, ഇത് പ്രിയ ചേട്ടൻ. ഇവരാണെങ്കിൽ നമുക്ക് സ്പെയറുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നതും ഡിഫക്റ്റ് ചെക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നോക്കുന്നതും. ഇത് നമ്മളെ കോർഡിനേറ്റർമാരാണ്. ഇത് നോർത്തിലെ ഞങ്ങളെ മാഡം അശ്വതി മാഡം. പിന്നെ സൗത്ത് നോക്കുന്ന റമീന മാഡം ലീവാണ്, വന്നിട്ടില്ല. അങ്ങനെ അവിടുത്തെ പരിപാടികൾ കഴിച്ച് നേരെ KSRTC കയറി ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമുക്ക് ട്രെയിൻ വരുന്നത് 1:50-നാണ്. ആ ട്രെയിന് പോയാൽ പിന്നെ 5:30-ക്കുള്ളൂ. 5:30-ക്ക് ട്രെയിന് പോയാൽ നമുക്ക് ലാസ്റ്റിന് 8:15 ട്രെയിൻ കിട്ടില്ല. പാട്ടൊന്നുമില്ലാത്തതുകൊണ്ട് KSRTC ആളും കുറവായതുകൊണ്ട് സുഖമായിട്ട് പാട്ടും പാടി നേരെ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ചൂട്. സ്റ്റേഷനിലേക്കാണെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് ഇങ്ങനെ കഞ്ഞിസ്റ്റാൾ എൻ്റെ കാഴ്ചയിൽപ്പെട്ടത്. സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 100 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഈ ഒരു തട്ടുകട കിട്ടും. ഇവിടെ കഞ്ഞി ചെറുകടികളാണുള്ളത്. കഞ്ഞിക്ക് ചെറുപയർ, ചമ്മന്തി, പപ്പടം. അടിപൊളി. ആകെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കഞ്ഞി കുടിച്ച് നേരെ ആലുവ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ അതിലും വലിയ തിരക്ക്. അങ്ങനെ ഒരു അരമണിക്കൂർ വൈകുന്നതിന് ശേഷം എനിക്കും ടിക്കറ്റ് കിട്ടി. അങ്ങനെ ആ ടിക്കറ്റും കൊണ്ട് സ്റ്റെയർ കയറി നേരെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക്. ഇതാണ് ആലുവ സ്റ്റേഷൻ കേട്ടോ. നല്ല ചൂടാണ്, ഷീറ്റുള്ളതുകൊണ്ട്. ഞാൻ ഇങ്ങനെ ചേച്ചിയെ കണ്ട് നമ്മളെ കിട്ടുന്ന വേസ്റ്റ് ഒരു മടിയും കൂടാതെ എടുത്ത് വയ്ക്കുന്ന ചേച്ചി. ആ സമയത്ത് എനിക്ക് ട്രെയിനും വന്നു. ആ ട്രെയിനും ഒടുക്കത്തെ തിരക്ക്. ഞാനൊരു മൂലയ്ക്ക് അള്ളിപ്പിടിച്ച് നിന്നു. ഞാൻ വീഡിയോ കണ്ടപ്പോൾ ബേക്കിലേക്ക് മയ്യ എന്നെ കുറേ നേരം നോക്കുന്നു. അപ്പോൾ ഞാൻ അവനെയും കൂട്ടിയൊരു വീഡിയോ എടുത്തു. അങ്ങനെ ഇങ്ങോട്ട് പോന്നപ്പോൾ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് സീറ്റ് കിട്ടിയ പോലെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് സീറ്റ് ഉറപ്പായി. അങ്ങനെ ആ സീറ്റിലും ഞാൻ എളിഞ്ഞങ്ങോട്ടിരുന്നു. അടിപൊളി. നേരെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പ് തുടങ്ങിയിരുന്നു. അങ്ങനെ അവിടെ നേരെ ഹോട്ടലിലേക്ക് നല്ലൊരു ഫ്രൈഡ് റൈസ് കഴിച്ച് വയറ് ഫുള്ളാക്കി. സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിൻ റിവേഴ്സ് വരുന്നു. ഒരു റിവേഴ്സ് ക്യാമറയും കൂടി ഇല്ലാതെ ഇത്ര വലിയ വണ്ടി എങ്ങനെ ഇയാൾ ബേക്ക് എടുത്തൊന്ന് ആലോചിച്ച് കുറച്ച് നേരം ഞാൻ ട്രെയിനിലിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് തല മുണ്ണാക്കിയില്ല. പണ്ടത്തെ മെക്കാനിക്കൽ എഞ്ചിനീയർമാരുടെ ബുദ്ധി. 6 മണിക്ക് പോകേണ്ട ട്രെയിൻ 6:15 പോകുന്നില്ല. തല പുറത്തേക്ക് ഇട്ട് നോക്കി. ഡ്രൈവറെ കാണുകയാണെങ്കിൽ എന്താ ചേട്ടാ പോകത്തെ ചോദിക്കാൻ വേണ്ടി ആരും കണ്ടില്ല. അപ്പോഴാണ് നാടോടിക്കാട്ടിൽ മോഹൻലാൽ പറഞ്ഞു ഓർമ്മ വന്ന് എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് വിജയ. സമയപ്പോൾ ട്രെയിൻ എടുത്തു. ഇരുന്നും അടുത്തപ്പോൾ എണീറ്റ് നോക്കിയപ്പോൾ പുറത്ത് നല്ല ഇരുട്ട്. ഏകദേശം നിലമ്പൂരെത്താനായിരുന്നു. കറക്റ്റ് സമയപ്പോൾ നമ്മൾ നിലമ്പൂരെത്തിയപ്പോൾ രാജറാണി എക്സ്പ്രസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് 9:15 ഇവിടെ നിലമ്പൂരിൽ നിന്ന് എടുക്കുക. പുറത്തേക്ക് നോക്കിയപ്പോഴാണ് എൻ്റെ കണ്ണിൽ ആ കാഴ്ച പതിഞ്ഞത്. ട്രെയിൻ ട്രാക്ക് മാറുന്നത് എന്ത് മനോഹരമായിട്ടാണ് മാറുന്നത്. ചെറുപ്പത്തിൽ നോക്കുന്ന പോലെ ഇപ്പോഴും നോക്കി നോക്കും. അത് ഇന്നൊരു കൗതുകമാണ്. ട്രെയിനിനോട് യാത്ര പറഞ്ഞ് അങ്ങനെ സ്റ്റേഷനിലേക്ക്. കറക്റ്റ് 8 മണിയപ്പോൾ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നില്ലെങ്കിൽ അവരിന് പച്ചത്തെറി വിളിക്കും. കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ദേവൂട്ടനൊക്കെ എനിക്ക് അവർ കൊടുത്തതിൻ്റെ പകുതി എനിക്ക് തരും. എന്ന സമയത്ത് ആനിമോളെ കണ്ടില്ല. ആനിമോളെ TV കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നെ കണ്ട് അവൾ ഓടി വരേണ്ടതാണ്. ഞാൻ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് ഓടി വരലുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്നെ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് അവരാണ് അച്ഛൻ്റെ കുട്ടികളെന്ന് അഞ്ചു ആദ്യം അവർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരതിൽ മത്സരിക്കും. കുട്ടികളല്ലേ, വലുതായി കഴിഞ്ഞാൽ എന്താവും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആനിമോൾക്ക് ഞാൻ മിഠായി കൊടുത്തു. അപ്പോൾ ആനിമോൾ എനിക്ക് മിഠായി തന്നു. ഓക്കെ ബായ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം.